നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിൽ നിന്നും കൂറുമാറി കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ തൃശൂരിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ തൃശൂരിലെ കോൺഗ്രസുകാർക്കിടയിൽ ശക്തമായ എതിർപ്പ് ഉയരുകയാണ്. സന്ദീപ് വാര്യരെ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നതിനിടെയാണ് ഈ എതിർപ്പ് ഉയരുന്നത്. കഴിഞ്ഞ 2 തവണയും പത്മജ വേണുഗോപാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്ന് അവിടെ പരാജയപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ പത്മജ കളം മാറി ബി.ജെ.പിയിലെത്തിയിരിക്കുകയാണ്. ബി.ജെ.പി സ്ഥാനാർത്ഥിയായി പത്മജ അവിടെ തന്നെ മത്സരിച്ചേക്കുമെന്നുള്ള സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണം. സന്ദീപ് വാര്യരെ പോലൊരാളെ കുണ്ടത്തിറക്കിയാൽ ബി.ജെ.പിക്കാർ അദ്ദേഹത്തെ വോട്ട് മറിച്ച് ചെയ്ത് തോൽപ്പിക്കുമെന്നും അങ്ങനെ ആ സീറ്റ് വീണ്ടും കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്നുമുള്ള ഒരു ചർച്ച കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. ഏത് വിധനെയും സന്ദീപ് വാര്യർ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ബി.ജെ.പിക്കാർ തോൽപ്പിക്കും. ഇടതു മുന്നണിയിൽ അത് CPI-യുടെ സീറ്റാണ്. ഇപ്പോൾ ബാലചന്ദ്രനാണ് CPI-യുടെ അവിടുത്തെ MLA. അവിടെ സന്ദീപ് വാര്യർ നിൽക്കുകയാണെങ്കിൽ ബി.ജെ.പിക്കാർ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ സന്ദീപ് വാര്യർക്ക് എതിരെ നിൽക്കുന്ന ഇടതു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും സന്ദീപ് വാര്യരെ തൃശൂരിൽ നിർത്തരുത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. KPCC സെക്രട്ടറി A പ്രസാദിനെ പോലുള്ള യുവ നേതാക്കൾ നേരത്തെ തന്നെ തൃശൂർ സീറ്റ് ലക്ഷ്യമിട്ട് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല മറ്റ് ചില കോൺഗ്രസ് നേതാക്കളും യുവ കോൺഗ്രസ് നേതാക്കളടക്കം സീനിയർ കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ കോൺഗ്രസിന്റെ ഈ ഉറച്ച സീറ്റ് ലക്ഷ്യമിട്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതാണ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് VD സതീഷ് അടക്കമുള്ളവർ സന്ദീപ് വാര്യർക്ക് തൃശൂർ സീറ്റ് നൽകിയാൽ എന്താ എന്നുള്ളൊരു ആലോചന ഇതിനിടയിൽ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. എന്നാൽ അത് സാധ്യമല്ലെന്നും തൃശൂരിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ അവിടെ നിർത്തണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ തൃശൂർ DCC അടക്കമുള്ളവർ ഉയർത്തുന്നത്. സന്ദീപ് വാര്യർ നേരത്തെ തൃശൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയാകുമെന്ന് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായതാണെന്നും ഇത്തരം നാണക്കേടുണ്ടാക്കിയ ഒരാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിപ്പിക്കുന്നത് അബദ്ധമാണെന്നും ആ സീറ്റ് അങ്ങനെ വീണ്ടും കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്നും 3 തവണ തുടർച്ചയായി ആ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ലെന്നുമാണ് പല കോൺഗ്രസ് നേതാക്കളും KPCC നേതൃത്വത്തോടും പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സന്ദീപ് വാര്യർക്ക് ഒരു സീറ്റ് കൊടുത്തേ മതിയാകുമെന്നുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മനാടായ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു കൊള്ളാവുന്ന സീറ്റ് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് നൽകട്ടെ എന്നും അങ്ങനെ CPM-മായി ഏറ്റുമുട്ടി അദ്ദേഹം ജയിച്ച് നിയമസഭയിലെത്തട്ടെ എന്നും എന്തിനാണ് തൃശൂർ പോലെ ഇത്ര ഉറപ്പുള്ള സീറ്റ് അദ്ദേഹത്തിന് കൊടുത്ത് കളയുന്നതെന്നുമാണ് ഇപ്പോൾ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. തൃശൂരിൽ വലിയ തോതിലുള്ള ഗ്രൂപ്പിസം അരങ്ങേറുന്ന സ്ഥലമാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പിസം പോലും DCC വരെ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. K മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് പരസ്പരം കോൺഗ്രസ് നേതാക്കൾ തെരുവിൽ കിടന്ന് പോരടിക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഇതെല്ലാം നിൽക്കെ വലിയ ഗ്രൂപ്പിസം മൂലം സംഘടനാ സംവിധാനം ആകെ തകർന്ന നിലയിലാണ് തൃശ്ശൂരിലെ കോൺഗ്രസ്. അപ്പോഴാണ് സന്ദീപ് വാര്യരെ പോരാളെ അവിടെ കെട്ടിയിറക്കാൻ പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. സന്ദീപ് വാര്യരെ അവിടെ കെട്ടിയിറക്കിയാൽ വീണ്ടും അടി രൂക്ഷമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് എന്ത് വന്നാലും സന്ദീപ് വാര്യരെ ബി.ജെ.പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ തങ്ങൾ ഒരുക്കമല്ലെന്നുള്ള സൂചന ശക്തിയായി തന്നെ KPCC നേതൃത്വത്തിന് നൽകാൻ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.